ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇന്നതാ മുരിങ്ങയ്ക്കയും തക്കാളിയും കൊണ്ട് നല്ലൊരു അടിപൊളി സൂപ്പർ കറിയാണ് കേട്ടോ. ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ഒരൊറ്റ കറി മാത്രം മതിയായിട്ടോ നമുക്ക് വയറ് നിറച്ച ചോറുണ്ണാനായിട്ട്. അപ്പോൾ നമുക്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണേ. ഇപ്പോൾ അത്യാവശ്യം മുരിങ്ങയ്ക്കയുടെ ഒക്കെ സീസൺ ആണല്ലോ, അപ്പോൾ എന്തായാലും മുരിങ്ങയ്ക്ക കിട്ടും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു 3 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുരിങ്ങയ്ക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 മുരിങ്ങയ്ക്ക എടുത്ത് നമുക്ക് ഇതേപോലെ തോലൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ സൈസായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എത്ര അളവൊക്കെ വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് കട്ട് ചെയ്യാമേ. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാമേ. കണ്ടല്ലോ, ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് കഴുകിയെടുക്കാമേ. ഇനി നമുക്ക് ഇത് ആദ്യം ഒന്ന് ആവി കയറ്റി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഇഡ്ഡലി പാത്രം വെച്ചതിന് ശേഷം അതിൽ ആദ്യത്തെ തട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇവിടെ ഒരു 5 തക്കാളി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് 3 മുരിങ്ങയ്ക്കയ്ക്ക് 5 തക്കാളി എന്നുള്ള കണക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 5 അത്യാവശ്യം വലിപ്പമുള്ള തക്കാളി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഓരോ കുഴിയിലായിട്ട് അങ്ങ് വെച്ച് കൊടുക്കാമേ. അതിനുശേഷം മുരിങ്ങയ്ക്ക എല്ലാം കട്ട് ചെയ്തതും കൂടെ ആ സൈഡിലോട്ട് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം നമുക്കൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ചെടുക്കാമേ. ഒരു 10 മിനിറ്റ് നമുക്കിത് നല്ലോണം ഒന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ വേവിച്ചതിന് ശേഷം നമുക്കിത് ബാക്കി ചെയ്യാമേ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റ് കണ്ടല്ലോ. അപ്പോൾ തക്കാളി എല്ലാം നല്ലോണം വെന്ത് ആ തോടെല്ലാം ഒന്ന് പിരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തോടൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ സമയം തന്നെ മുരിങ്ങയ്ക്കൊക്കെ നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളിയുടെ തോടെല്ലാം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ തക്കാളി എല്ലാം അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവരാമേ. അപ്പോൾ തക്കാളിയെല്ലാം നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു മൺചട്ടിയാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക്, അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാമേ. വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താലും മതിയാവുകയെ. അപ്പോൾ രണ്ടും ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കങ്ങ് മാറ്റി വെക്കാം. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഇതൊന്ന് വച്ചിരുന്ന് കഴിക്കാനും ടേസ്റ്റാണ്. ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ ടേസ്റ്റ് കൂടി വരും കേട്ടോ. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് അത് മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു വറ്റൽമുളക് 2ആയിട്ട് കീറിയത് ഇട്ട് കൊടുക്കാം. കൂടാതെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം ഇട്ടതിന് ശേഷം ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. കയ്യിലുണ്ടെങ്കിൽ ഇട്ടോളൂ കേട്ടോ. ഇല്ലെങ്കിൽ വെളുത്തുള്ളി മാത്രം ഇട്ടാലും മതിയാവുകയെ. അപ്പോൾ ഇഞ്ചിയും കൂടെ ഇട്ട് നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അതിലേക്ക് തന്നെ ഞാൻ ഒരു ചെറിയ നാരങ്ങ സൈസിലുള്ള പുളി എടുത്ത് ചാറെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നല്ലോണം ഇതങ്ങ് വറ്റിച്ചെടുക്കണം കേട്ടോ. നല്ലോണം ഇതങ്ങ് വറ്റിച്ച് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണേ. അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നല്ലോണം തക്കാളിയൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ലോണം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയം നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരുപാട് പൊടികളുടെ ഒന്നും ആവശ്യമില്ല. കുറച്ച് പൊടികൾ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാമേ ആദ്യം. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമ്മളിനി വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഉലുവയും കടുകും കൂടെ, അത് നമുക്ക് പൊടിച്ചത് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാമേ. അത് ഫുള്ളായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചും കൂടെ ഇതൊന്ന് കുറുകിയതിന് ശേഷം ആ പൊടികളുടെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ ആവി കയറ്റി വേവിച്ച് വെച്ച മുരിങ്ങയ്ക്ക ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്കൊരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ആ പൊടികളുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ലോണം ഒന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകി കിട്ടുവേ.
നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. ബാച്ചിലേഴ്സിനാണെങ്കിലും ഒന്ന് തയ്യാറാക്കി വെച്ചാൽ ഒരു 2 ദിവസമൊക്കെ വച്ചിരുന്ന് കഴിക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള കറിയാണ് കേട്ടോ. ഇത് ഇരിക്കും തോറും ഇതിന്റെ ടേസ്റ്റ് കൂടിയേ വരുള്ളൂ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുരിങ്ങയ്ക്ക അത് ഇതിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുമ്പോഴത്തേക്കും ഈ മുരിങ്ങയ്ക്കയിലോട്ട് ഈ എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. അപ്പോൾ ഞാൻ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ. അപ്പോൾ ഇതാ എല്ലാം നല്ലോണം ഒന്ന് പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിയും മുരിങ്ങയ്ക്കയും കൊണ്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം മുരിങ്ങയ്ക്കയുടെ സീസണാണ്. അപ്പം മിസ്സാക്കാതെ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കൂ. താങ്ക്